പ്രൈസ് ദി ലോർഡ്. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ സമാഗമന കൂടാരം എന്ന തിരുവചനവുമായി ആഴമേറിയ ആ വിഷയത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിൽ വരെ ചിന്തിപ്പാൻ ദൈവം കൃപ നൽകി. തുടർന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിൽ മഹാപുരോഹിതൻ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. തുടർന്ന് അതിൻ്റെ മുമ്പുള്ള എല്ലാ ഭാഗങ്ങളെയും ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർ സോഷ്യൽ മീഡിയയിലൂടെ അത് കാണുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സഹകരണത്തിനും സ്നേഹത്തിനും ഒക്കെ നന്ദി പറയുന്നു. വളരെ വാഞ്ചയോടും ദാഹത്തോടും കൂടെ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളത് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടേണ്ടതിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ തികഞ്ഞ പ്രാർത്ഥന ഇതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടാകേണ്ടതിന് നിങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ വീണ്ടും അതേ മഹാപുരോഹിതൻ എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന് അതിൻ്റെ തുടർന്നുള്ള ചില ഭാഗങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കും. ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള മറ്റ് ചില വിഷയങ്ങളിലൂടെ ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായി തലയാളമണക്കാം. പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നത് പോലെ ഈ സബ്ജക്റ്റ് നിങ്ങൾ കാണുമ്പോൾ ശാന്തമായ അന്തരീക്ഷത്തിരുന്നുകൊണ്ട് ഏകാഗ്രതയോടുകൂടെ അത് ഗ്രഹിപ്പാനും കാണാനും ശ്രദ്ധിക്കുക. കാരണം ഏറിയ തിരുവെഴുത്തുകൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ തിരുവെഴുത്തുമായി തിരുവചനവുമായി അങ്ങയുടെ ദൈവസന്നിധിയിൽ ദൈവജനത്തിന് വേണ്ടി നിൽപ്പാൻ കർത്താവ് കൃപ തന്നതിനായി സ്തോത്രം. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീർക്കണം. തിരുവെഴുത്തിന് ഞങ്ങൾ വായിക്കുന്നത് പോലെ തിരുവചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവെ, ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ വചനത്തിൻ്റെ മേൽ ആവസിക്കുന്ന വചനം ആത്മാവ് ജീവനമാകയാൽ ആ ആത്മപരിവർത്തനം വചനം കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ആത്മമണ്ഡലങ്ങളിൽ ഉണ്ടാകേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം കൂടെ ഇരിക്കും. അവിടെ നിത്യവചനം വ്യാഖ്യാനിപ്പാൻ കൃപ നൽകും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിൽ പുരോഹിതൻ്റെ നമ്മൾ ചിന്തിച്ചു വന്നത് പുരോഹിതൻ്റെ വസ്ത്രം, വേഷവിധാനങ്ങളെക്കുറിച്ചാണ്. വസ്ത്രത്തെക്കുറിച്ച് ചിന്തിച്ചു. അവസാനമായി നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് പുരോഹിതൻ്റെ തലപ്പാവും രാജമുടിയും ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഇത് തലപ്പാവ് രാജാക്കന്മാർ ധരിക്കുന്നതാണ് എന്ന് നമ്മൾ വായിച്ചു. അതിലൂടെ ക്രിസ്തു രാജാവും രാജാതിരാജാവുമാണ് നമ്മൾ ചിന്തിച്ചു. അതുപോലെ രണ്ടാമത്തെ കാര്യം തലപ്പാവ് അണിയുന്നത് പഴയ കാലത്ത് ഈ കാലത്തും ഉണ്ട്. വടക്കേ ഇന്ത്യയുടെ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ അങ്ങനെ രീതിയില്ല, വടക്കേ ഇന്ത്യയുടെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ വിവാഹത്തിന് വരുന്ന, അത് നമ്മുടെ ക്രൈസ്തവരല്ല അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ വിവാഹത്തിന് വരുന്ന തലപ്പാവണിഞ്ഞാണ് വരുന്നത്. അതായത് മണവാളൻ രാജാവിന് തുല്യ. അന്ന് ഒരു ദിവസത്തേക്കെങ്കിലും എന്താണ്, അദ്ദേഹം രാജകുമാരനാണ്. അപ്പോൾ ആരാണ് തലപ്പാവണിയുന്നതെന്ന് ചോദിച്ചാൽ മണവാളനാണ് തലപ്പാവണിയുന്നത്. അപ്പം രണ്ട് കാര്യങ്ങൾ, ക്രിസ്തു രാജാവ് മാത്രമല്ല, തൻ്റെ രക്തത്താൽ സമ്പാദിച്ച സഭയുടെ കാന്തയ മണവാട്ടി സഭയുടെ മണവാളൻ കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് തലപ്പാവ് നമ്മളെ കാണിക്കുന്നു. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ മഹാപുരോഹിതനുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് വേറെ ചില തിരുവെഴുത്തുകളെ കൂടി ചിന്തിക്കും. മഹാപുരോഹിതനും ക്രിസ്തുവും തമ്മിലുള്ള ചില താരതമ്യങ്ങളും ചില വ്യത്യാസങ്ങളും നമ്മൾ തിരുവെഴുത്തിലൂടെ ചിന്തിക്കും. വളരെ ശ്രദ്ധയോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് 1-2 വാക്യങ്ങളിലേക്ക് വരാം. എബ്രായ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. എബ്രായ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. 9-ന്റെ 25 കൂടെ ഒരാളെടുത്തോളൂ. മനുഷ്യരുടെ ഇടയിൽ നിന്നും എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാവങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാവയാഗം അർപ്പിക്കേണ്ടിയവനുമാകുന്നു. 9:25 വായിക്കണം. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടു കൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് മതി. ഇവിടെ ഈ പുരോഹിതനെ എന്തിനു നിയമിക്കുന്നു ചോദിച്ചാൽ, ജനത്തിന് വേണ്ടി മധ്യസ്ഥ നിൽക്കേണ്ടതിന്, ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കേണ്ടതിന് വേണ്ടി നിയമിക്കപ്പെട്ടവനാണ് മഹാപുരോഹിതൻ. ഈ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ
ആണ്ടിലൊരിക്കൽ ജനത്തിൻ്റെ പാപത്തിനും തൻ്റെ പാപത്തിനുമായിട്ട് യാഗം കഴിച്ച യാഗരക്തവുമായിട്ട് കൃപാസനത്തിങ്കൽ, ഇവിടെയല്ല, വിശുദ്ധ സ്ഥലത്തല്ല, അതിവിശുദ്ധ സ്ഥലത്ത്, ഈ യഹോവയുടെ നിയമപെട്ടകം വെച്ചേക്കുന്ന ഈ അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു ഇവിടെ ജനത്തിൻ്റെ, നോക്കണം, തൻ്റെ പാപത്തിനും ജനത്തിൻ്റെ പാപത്തിനും വേണ്ടി യാഗരക്തവുമായിട്ട് കൃപാസനത്തിൽ എത്തുന്നവൻ. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ പാപിയല്ലായതിനാൽ ജനത്തിൻ്റെ പാപത്തിന് വേണ്ടി എല്ലാ വർഷവും ആണ്ടിലൊരിക്കൽ, ഇതിങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ക്രിസ്തു എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ആ ആണ്ടിലൊരിക്കലെന്നുള്ള പ്രവേശനമല്ല, എന്നേക്കുമായി സകല ജനത്തിൻ്റെയും പാപത്തിന് വേണ്ടി യാഗമർപ്പിച്ച് പിതാവിൻ്റെ സന്നിധിയിലെത്തി. എബ്രായ ലേഖനം 9:26 ആദ്യം വായിക്കാം, എന്നിട്ട് 24 വായിക്കണം. 26 ആദ്യം. അങ്ങനെയാകയാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോക അവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. നോക്കണം, പഴയ നിയമ പുരോഹിതന്മാരെല്ലാം ആണ്ടുതോറും യാഗം കഴിച്ച് യാഗരക്തമായിട്ട് അകത്ത് പ്രവേശിക്കണം. എന്നാൽ 24 വായിക്കൂ. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായവൻ സ്വർഗത്തിലേക്ക് എത്ര പ്രവേശിച്ചത്. അപ്പോ ന്യായപ്രമാണ പ്രകാരം ഒരു പുരോഹിതൻ പ്രാകാരത്തിൽ വെച്ച് യാഗം കഴിച്ചിട്ട് മനുഷ്യന്റെ കൈപ്പണിയായി ചെയ്ത സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലം വഴി അതിവിശുദ്ധ സ്ഥലം, അതാ അതിന്റെ ഓപ്പൺ ചെയ്ത പിക്ചറാണിത്. ഈ വിശുദ്ധ സ്ഥലം വഴി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കണം. എന്നാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മനുഷ്യന്റെ കൈപ്പണിയായ ആലയത്തിലേക്കല്ല പ്രവേശിച്ചത്. ജനത്തിന്റെ പാപത്തിന് സ്വന്തം യാഗം കഴിച്ചിട്ട് ഒരിക്കലായിട്ട് സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. ഇനി അതുകൊണ്ട് എന്തില്ല, അതുകൊണ്ട് ഇനി മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒരിക്കലായിട്ട് എല്ലാ യാഗത്തിനും സമ്പൂർണമായ യാഗം, ഇനി ഒരു യാഗമില്ലാതെ ലോകത്തിലേക്കും പഴയ നിയമപ്രകാരം ഒരു യാഗവസ്തു അഥവാ യാഗമൃഗം, യാഗവസ്തു ഏത് യാഗവസ്തുവായാലും ഊനമില്ലാത്തതായിരിക്കണം. ഊനമില്ലാത്തത് എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള കളങ്കമോ വൈകല്യങ്ങളോ ഇല്ലാത്ത വസ്തുക്കളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നു. എന്നാൽ അതെന്തിനു നെല്ലാണെന്ന് ചോദിച്ചാൽ, അതിന്റെ അർത്ഥം ദൈവം മുമ്പാകെ അർപ്പിക്കപ്പെടുന്നത് ഏറ്റവും ഉത്തമമായിരിക്കണം. ലോകത്തിൽ കഴിച്ച യാഗങ്ങൾ, ഭൂമിയിൽ നിന്നെടുത്ത് ദൈവം മുമ്പാകെ കഴിച്ച യാഗങ്ങളെല്ലാം ഭൂമിയിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വരാനിരിക്കുന്ന യാഗമായ ക്രിസ്തു ഇനി ലോകത്തില് സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ളതിലേക്കും ഏറ്റവും ഉത്തമമായതാണ്, ഊനമില്ലാത്തതാണെന്ന് കാണിക്കേണ്ടതിനാണ് ആ യാഗത്തെ അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അതിന് മുകളിൽ ഉത്തമമായതൊന്നും എടുക്കാൻ ലോകത്തിലുമില്ല, ഭൂമിയിലുമില്ല, സ്വർഗത്തിലുമില്ല. അത് കാണിക്കേണ്ടതിനാണ് തന്നെ യാഗം കഴിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ പുരോഹിതന്മാർ ഈ ഭൂമിയിലുള്ള വസ്തുക്കളെ കൊണ്ട്, ഊനമില്ലാത്ത വസ്തുക്കളെ കൊണ്ട് യാഗം കഴിച്ച് മനുഷ്യന്റെ കൈപ്പണിയായ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മനുഷ്യന്റെ കൈപ്പണിയില്ലാത്ത സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാനായിട്ടിടയായി. എന്നേക്കും നമുക്ക് പുരോഹിതനായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യേണ്ടതിനെന്ന് വേദപുസ്തകം എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്, പുറപ്പാട് പുസ്തകം 28-ന്റെ 34-ഉം 35-ഉം കൂടെ ഒന്ന് വായിച്ച്. അങ്കിയുടെ വിളിമ്പിൽ ചുറ്റും ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഇങ്ങനെ വേണം ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. ഇവിടെ തന്റെ വസ്ത്രത്തിലുള്ള കാര്യത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ആത്മീയതാണ് നമ്മൾ ഇപ്പൊ ചിന്തിക്കും. അത് വസ്ത്രത്തിൽ ധരിക്കണം. യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അകത്ത് പോകുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം, അവന്റെ ശബ്ദം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇവിടെ നിന്ന് യാഗം കഴിച്ചിട്ട് അകത്തേക്ക് പ്രവേശിക്കുന്ന പുരോഹിതൻ
പാപപരിഹാരം വന്നിട്ടില്ലെങ്കിൽ ദൈവത്തിന് സഹിക്കാൻ പറ്റാത്ത കുറ്റകൃത്യം ജനമോ പുരോഹിതനോ ചെയ്തിട്ടുണ്ട്. താൻ ചെയ്താലും ശരി, ജനം ചെയ്താലും ശരി, ആര് ചെയ്താലും ശിക്ഷ ആർക്കാണെന്ന് ചോദിച്ചാൽ പുരോഹിതനാണ്. പുരോഹിതൻ അവിടെ മരിച്ചു വീഴും. കാരണം നമ്മൾ നേരത്തെ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. ഈ പുരോഹിതൻ ഇതിനകത്ത് യഹോവയുടെ ഈ നിയമവട്ടമിരിക്കുന്ന ഈ കൃപാസനത്തിൽ ചെല്ലുമ്പോൾ, ആലയത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് ചോദിച്ചാൽ, ഈ ജനത്തിൻ്റെ വഴിപാട്, ഈ കണ്ടോ ഓർമ്മക്കല്ല്, മാർപ്പതക്കം, തലയിൽ രാജമുടി. അപ്പൊ ഇവ നമ്മൾ അതിൽ വായിക്കുന്നത് ഇസ്രായേൽ ജനം കൊണ്ടുവരുന്ന വഴിപാടുകളിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ആര് വഹിക്കണം? പുരോഹിതൻ വഹിക്കണം. നമ്മൾ വായിച്ചു. ഈ ഇസ്രായേലിന്റെ ഉള്ള സകല ന്യായവിധിയും വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പുരോഹിതനാണ്. അതുകൊണ്ട് ആ ജനത്തിന്റെ പാപത്തിന് പരിഹാരം വന്നില്ലെങ്കിൽ പുരോഹിതൻ മരിച്ചു വീഴുന്നത്. അതാണ് ഗൗരവം. അപ്പൊ ഈ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ആഴമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനം, സഭ എന്ന് പറയുന്നത് ദൈവം മുമ്പാകെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതാണ്. ജനം ചെയ്ത പാപത്തിന് ജനത്തെ മുഴുവൻ കൊന്നൊടുക്കുക. പിന്നെ ഇവിടെ എവിടെ സഭ? ശരിയല്ലേ? അതുകൊണ്ടാ അതിന് എല്ലാവരും മരിക്കാതിരിക്കേണ്ടതിന് ഒരുവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അപ്പോ ദൈവം മനുഷ്യൻ ചെയ്യുന്ന പാപപ്രവൃത്തികൾക്ക്, അവൻ അനീതികൾക്ക്, അധാർമികതകൾക്ക് ദൈവം അപ്പപ്പോൾ, ചിലർ പറയാറുണ്ട് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അവന് ശിക്ഷ കൊടുക്കുകയില്ലേ? ദൈവം അപ്പപ്പോൾ തന്നെ അവനെ ശിക്ഷിച്ചിരുന്നെങ്കിൽ, പാപത്തിന്റെ ശമ്പളം മരണമാണ്, അതിൽ കുറഞ്ഞൊരു ശിക്ഷ ദൈവം പാകുന്നില്ല, ഇല്ലെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പൊ പാപത്തിന്റെ ശമ്പളമായ മരണത്തെ ദൈവം കൊടുത്തിരുന്നെങ്കിൽ പിന്നെ ആര് ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നു? അപ്പൊ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവിക ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് മനുഷ്യൻ ആവശ്യമാണ്. ഇപ്പൊ എന്നെ കൊന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കൊന്നിട്ട് പകരം വേറൊരുവനെ ഉരുവാക്കി വെച്ചാലും അവനും ചെയ്യുന്നത് തന്നെയാണ്. എല്ലാവരിലും എന്ത് പാപം വസിക്കുക. അപ്പൊ ദൈവം അതുകൊണ്ട് അതിനൊരു പരിഹാരം നൽകിയെന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊല്ലുന്നതിന് പകരം ഒരുവനെ യാഗമായി സമർപ്പിച്ചു. അതുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമുക്ക് വേണ്ടി, നമ്മുടെ കുറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട നമ്മളായാലും നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. സമ്പൂർണമായ വിശുദ്ധന്മാരല്ല നമ്മൾ. ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ പല തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. കേൾവിക്കാരായി സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നവരുടെ പല തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. പാപം ചെയ്യാനുള്ള റൂട്ടല്ലത്. പാപം ചെയ്യാനുള്ള ഒരു വഴി തുറന്നിടുകയല്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന ഏതെങ്കിലും ഒരർത്ഥത്തിലുള്ള ഒരു പോരായ്മയെ, ആ പോരായ്മയ്ക്കുള്ള ശിക്ഷയോ ന്യായവിധിയോ നമ്മുടെ മേൽ വരാതെ നാം ജീവിച്ചിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് വേണ്ടി ഒരുവൻ മറുവിലയായി കൊടുത്തിട്ട് പക്ഷപാതം ചെയ്യുക. നമ്മളെ ശിക്ഷിക്കാൻ വരുമ്പോൾ ദൈവം പറയുന്ന, കർത്താവ് പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ എൻ്റെ ജീവനെ അവന് മറുവിലയായി കൊടുത്തു കഴിഞ്ഞു, അവൻ്റെ ജീവന് പകരമായി എൻ്റെ ജീവനെ കൊടുത്തു. അവനെ എന്ത് ചെയ്യാം? മുന്തിരിത്തോട്ടത്ത് കളകപ്പെട്ടിരിക്കുന്ന അത്തിവൃക്ഷത്തെ വെട്ടിക്കളയാൻ വരുമ്പോൾ ദൈവം പറഞ്ഞ് തോട്ടക്കാരനോട് ഒരു മധ്യസ്ഥ വഹിക്കുന്നതുകൊണ്ട് അവനെ 1 വർഷം കൂടെ എന്ത് ചെയ്യാം? അതിനെ തടമെടുത്ത് അതിനെ നമുക്ക് എന്ത് ചെയ്യാം? പരിപാലിച്ച് നോക്കാം, ഫലം കായ്ക്കുമെങ്കിലോ. ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. ഞാനും നിങ്ങളും സമ്പൂർണ്ണമായി 100% വിശുദ്ധന്മാരായതുകൊണ്ടല്ല. നമ്മുടെ ജീവിതത്തിൽ പോരായ്മ വന്നിരിക്കാം, വാക്കുകളിൽ പോരായ്മ വന്നിരിക്കാം, ലംഘനങ്ങൾ ഉണ്ടായിരിക്കാം. അവിടെ എല്ലാം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് തിരിച്ചറിയണം. അതോ ഞാൻ പറഞ്ഞത്. അപ്പോൾ പുരോഹിതൻ ഇവിടെ മരിച്ചു വീഴും. അപ്പം മരിച്ചു വീഴാതെ, ഈ മരിച്ചു വീണ് തീർന്നു കഴിഞ്ഞാൽ ജനത്തിന് ഭയമാണ്. മരിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പാണ് അവിടെ ജീവിതത്തിലെ പ്രത്യാശയും വിശ്വാസവും സന്തോഷവും നൽകുന്നത്. അപ്പൊ മരിച്ചിട്ടില്ല എന്ന്, മഹാപുരോഹിതൻ മരിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പ് പുറത്ത് നിൽക്കുന്ന ജനത്തിനകത്തോട്ട് ഈ തിരശ്ശീല കിടക്കുന്നത് കൊണ്ട് അകത്തോട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല പുറത്ത്. പക്ഷേ കാതോർത്തിരിക്കുന്ന ജനം, പുറത്ത് നിൽക്കുന്നവരെല്ലാം ആകാംക്ഷയോടെ കാതോർത്തിരിക്കും. അകത്ത് നിൽക്കുന്ന പുരോഹിതൻ എന്ന്, കാരണം ഇവര് ആകാംക്ഷയോടെ ഇരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ, തങ്ങൾ ശിക്ഷിക്കപ്പെടുമോ എന്ന് അറിയാനാണ് കാത്തിരിക്കുന്നത്. അപ്പൊ ഈ കാതോർത്തിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു സൂചന എന്താണെന്ന് ചോദിച്ചാൽ, അകത്ത് മണിശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും. മണിശബ്ദം നിലയ്ക്കുന്നു എന്ന് തോന്നിയാൽ
ഇവരുടെ ഉള്ള മുഴുവൻ ഭയവിഹ്വലരാകും, ഭയം കൊണ്ട് നിറയും. അപ്പം ഈ മണിശബ്ദം, കൃപാസനത്തിങ്കിൽ നിന്നുള്ള മണിശബ്ദം കേൾക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന ജനം ആരാവാരത്തോടും സന്തോഷത്തോടും അവിടെ ഉള്ളം തുടിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ ആ മണിശബ്ദമാണ് പ്രാകാരത്തിൽ നിൽക്കുന്ന ജനത്തിന് പ്രതീക്ഷയും വിശ്വാസവും പ്രത്യാശയും നൽകുന്നത്. മനസ്സിലാകുന്നവർക്കായി ഇഷ്ടം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി, ആ യാഗരക്തവുമായി കൃപാസനമാകുന്ന സ്വർഗത്തിൽ കൃപാസനമാകുന്ന നമ്മൾ ഈ സ്വർഗം എന്നൊക്കെ ഉള്ളതിന് നമ്മൾ കഴിഞ്ഞ ഒട്ടനവധി ക്ലാസ്സുകളിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ പിന്നെയും നമുക്കത് ചിന്തിക്കാം. അവിടെ എത്തിക്കഴിഞ്ഞു. അവിടെ അതിന് ദൈവം ഇരിക്കുന്ന സ്ഥലത്തിന് അതിന് നമ്മൾ പറയേണ്ട ഒരു പദം ഇതാണ്: സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അവിടെ ഇരിക്കുന്ന സ്വർഗസിംഹാസനത്തെ നമ്മൾ കാണേണ്ടത് കൃപാസനം എന്ന് വേണം കാണാൻ. കൃപാസനമെന്ന് മനസ്സിലാകുന്നു? ഞാൻ ഈ പറയുന്ന സഹോദരങ്ങൾക്ക് മനസ്സിലാകുന്നു. ഈ കണക്റ്റിൽ, ഈ ബന്ധത്തിൽ നമ്മൾ അതിനെ കാണുകയാണ്. അപ്പൊ ആ കൃപാസനത്തിങ്കൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തെത്തി. അപ്പൊ അവിടെ എത്തി, അവിടെ ജീവിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ക്രിസ്തു ഇവിടെ ക്രിസ്തു യാഗമായി. ശരിയല്ല? ഇവിടെ യാഗമായി, നമുക്ക് വേണ്ടി യാഗമായി. യാഗമായവൻ യാഗരക്തവുമായിട്ട് സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ കൃപാസനത്തിങ്കലെത്തി. ആ ക്രിസ്തു മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പ് തരുന്ന ഒരു മണിശബ്ദമുണ്ട് കൃപാസനത്തിങ്കൽ നിന്ന്. ഞാൻ പോയിട്ട് പിതാവിനോട് ചോദിച്ചിട്ട് ആമൻ ആ പിതാവിന്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. അപ്പൊ അവിടെ പോയി, അപ്പൊ കണ്ടോ, പോയിട്ട് അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ച് ഇങ്ങോട്ട് അയക്കുന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എബ്രായർ 9:24 വായിക്കാമോ? ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് എത്രേ പ്രവേശിച്ചത്. സ്വർഗത്തിൽ എത്രേ പ്രവേശിച്ചത്. അപ്പൊ സ്വർഗത്തിൽ പോയവൻ നമ്മൾ അതേ യോഹന്നാന്റെ സുവിശേഷത്തിൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നു. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യെരൂശലേം വിട്ട് വാങ്ങിപ്പോകാതെ കാത്തിരിക്കണം. അപ്പൊ ആ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്ന് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ആ മണിശബ്ദം പുറത്തേക്ക് വന്നപ്പോ നമുക്കൊരു ഉറപ്പായി, അവർ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം പ്രാപിച്ചു. കാരണം പുരോഹിതൻ മരിച്ചു തീരുകയല്ല, മരണത്തെയും പാതാളത്തെയും ജയിച്ച് അവൻ സദാ ജീവിക്കുകയാണ്. ഇനി മറ്റൊരർത്ഥ തലത്തിൽ പറഞ്ഞാൽ, മറ്റൊരർത്ഥത്തിലേക്ക് നമ്മൾ വന്നാൽ, നമ്മുടെ ശരീരമാകുന്ന കൂടാരം, ദൈവത്തിന്റെ കൂടാരം, നമ്മൾ വസിക്കേണ്ട കൂടാരം, ഈ കൂടാരത്തിൽ ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ആത്മാവിനെ നമ്മളാകുന്ന കൂടാരത്തിന്റെ കൃപാസനത്തിങ്കൽ തൻ്റെ ആത്മാവിനെ പകർന്നപ്പോൾ, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കും എന്നറിയിച്ചിരിക്കുന്ന പോലെ ദൈവാത്മാവിനെ നമ്മളിലേക്ക് അധിവാസത്തിനായിട്ട് വന്നു. നമ്മളിൽ നിന്ന് ആ മണിശബ്ദം പുറപ്പെട്ടപ്പോൾ നമുക്ക് ഉറപ്പുണ്ട്, ഈ മണിശബ്ദം നമ്മുടെ ഉള്ളത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട്. മണിശബ്ദം വെറുതെ മണി കേൾപ്പിക്കുന്നതല്ല, വെറുതെ അത് അവൻ എല്ലാം പോയിട്ട്, ജീവൻ പോയിട്ട്, പഴയ ആ എക്സ്പീരിയൻസിൽ നിന്ന് ആമൻ പറയുന്ന അന്യഭാഷയല്ല. ആമൻ ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ അന്തരാത്മാവിൽ നമ്മൾ തിരിച്ചറിയും. അകത്ത് ജീവൻ ഉള്ളതായിട്ട് നമുക്ക് തിരിച്ചറിയാം. ആമൻ നിത്യജീവൻ പ്രാപിച്ച ഓരോ ദൈവമക്കളും, പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിച്ച ഓരോ ദൈവമക്കളും, അഭിഷേകം, ഈ പദങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട് ഈ കാലഘട്ടത്തിൽ. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം പ്രാപിച്ച ഓരോ ദൈവമക്കൾക്കും തിരിച്ചറിയാം, തൻ്റെ അകത്തുനിന്ന് ആ ദൈവ സാന്നിധ്യം, ദൈവാത്മാവ് മരിച്ചിട്ടില്ല. താൻ മരിച്ചിട്ടില്ല, ദൈവാത്മാവ് തന്നിൽ ജീവിക്കും. അപ്പൊ മരിക്കുന്നത് നമ്മളാ മരിക്കുന്നത് നമ്മൾ. ഈ മരണമെന്ന് പറയാൻ ആത്മമരണം. നമ്മൾ ആത്മാവിൽ ജീവിച്ചിരിക്കുന്ന, ആത്മമരണം മാറി ജീവനിലേക്ക് കിടക്കുന്നത് ആത്മസാന്നിധ്യം, ആത്മാവ് നമ്മളിൽ വരുമ്പോഴാണ്. മനസ്സിലാകുന്നവർക്കായി ഇഷ്ടം. അപ്പൊ നമ്മുടെ അകത്ത് ആത്മമരണം സംഭവിക്കാത്തിടത്തോളം നമ്മുടെ അകത്ത് ആത്മപരിവർത്തനമുണ്ട്. ആ ആത്മപരിവർത്തനം നടക്കുന്നിടത്തോളം നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. നമ്മളിൽ ജീവിക്കുന്നത് കൊണ്ടാണ് അവൻ സ്വർഗത്തിലുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടുന്നത്.
മനസ്സിലാകുന്നവർക്കായി ഇഷ്ടം. ഇതിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ പണ്ഡിതന്മാരുടെ വലിയ ഓളങ്ങളാണ്. പണ്ഡിതന്മാർ അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല പണ്ഡിതന്മാർക്ക് ചിലപ്പോൾ ഇതങ്ങോട്ട് അംഗീകരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാലും എൻ്റെ മുമ്പിലിരുന്ന് കേൾക്കുന്നവനും നിത്യജീവനെ പ്രാപിച്ചവനും അകത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരുത്തനും ഇത് അംഗീകരിക്കാനും വിശ്വസിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. ഉണ്ടോ ഇല്ലയോ? ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മളിത് അനുഭവിക്കുക. കേവലം വാക്കുകളിലല്ല, കേവലം അറിവുകളിലല്ല, ഇത് ഞങ്ങളുടെ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഞങ്ങളുടെ അനുഭവമാണ്. പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ വന്നു, കാരണം ഇത് വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ഉപദേശമാണ്. വിശ്വസിക്കുന്നവർ യേശു പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ സാധ്യമല്ല. അത് ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ആഴമായി പഠിക്കുകയും ഗ്രഹിക്കുകയും ജീവിതത്തിലൂടെ ഗ്രഹിക്കുകയും ചെയ്ത ഒരാളിന് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പരിശുദ്ധാത്മാവ് യേശുവിനെ പരിശുദ്ധാത്മാവിനെ അല്ലാതെ കർത്താവ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എൻ്റെ മേൽ എന്നെ ഇപ്പൊ യേശു കർത്താവാണെന്ന് ഇവിടെ ആർക്ക് വേണമെങ്കിലും പറയാം. ഒരു രാഷ്ട്രീയക്കാരന് പറയാം, ഒരു ഹൈന്ദവന് പറയാം, ഒരു പൂജാരിക്ക് പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷെ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്നെ കർത്തൃത്വം ചെയ്ത് നടത്തുന്നവൻ, മനസ്സിലാകുന്നവർക്ക് സ്തോത്രം, എന്നെ ഭരിച്ച് നടത്തുന്നവൻ, അവന്റെ ഇഷ്ടമനുസരിച്ച് നടത്താൻ എന്നെ, അതായത് ആ കർത്താവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാണെന്ന് പറയുന്ന ഒരുവന് പറയാൻ കഴിയണമെങ്കിൽ അവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവനായിരിക്കണം. ഒരുവനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുകയല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവനിലുണ്ടാകും. എങ്ങനെയെന്ന് വെച്ചാൽ വചനം ആത്മാവും ജീവനുമാണെന്ന് യോഹന്നാന്റെ പുസ്തകത്തിൽ വായിക്കും. വചനം നമ്മളെ രക്ഷയിലേക്ക് നടത്തുന്നത് നമ്മുടെ അകത്ത് വീണ ദൈവത്തിന്റെ വചനമാണ്. ഒന്നെങ്കിൽ വായിച്ചു കേട്ടത്, അല്ലെങ്കിൽ എവിടെ നിന്നോ കേട്ടത്. ആ കേട്ടതിനകത്ത്, ആ ദൈവത്തിന്റെ വചനത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നു. ആത്മാവിന്റെ പരിവർത്തനം. അവൻ ആദിയിൽ വചനമായിരുന്നു. ക്രിസ്തു എന്ന് പറഞ്ഞ വചനമാണ്. അത് നമ്മുടെ അകത്ത് വന്ന് പരിവർത്തിക്കാൻ തുടങ്ങി. പരിവർത്തിച്ച് നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷയിലേക്ക് കൊണ്ടുപോയി. ആ രക്ഷയെ സ്വീകരിച്ച് ജീവിച്ച് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അവന്റെ മേൽ അഭിഷേകം വന്ന് വ്യാപരിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഒരിക്കൽ കൂടെ അത് എടുത്തു പറയേണ്ടത് അതായത് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഇപ്പോൾ ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ചവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. വിശ്വസിച്ചവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പരിവർത്തനം. വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ചതുപോലെ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് വെള്ളത്തിനകത്ത് ഇറങ്ങിയിരുന്നല്ല. ഇപ്പൊ നോക്കൂ, ഈ ബൾബിന്റെ ഒരു പരിവർത്തനം, ഇത് ഇട്ടിരിക്കുന്ന അതിന്റെ പരിവർത്തനം ഇവിടെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ചൂട് എനിക്ക് മനസ്സിലായവർക്കായി സ്തോത്രം. നമ്മൾ AC ഇട്ടാൽ AC-യുടെ ഒരു പരിവർത്തനമാണ് അതിൻ്റെ ആ തണുപ്പ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ AC-ക്ക് അകത്ത് കയറിയിരിക്കുന്നത്, നമ്മൾ ആ വസ്തുവിനകത്ത് കയറിയിരിക്കുന്നു, അത് നമ്മുടെ അകത്ത് കയറിയൊന്നുമല്ല, പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനമാണ്. ഈ പരിവർത്തനത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുന്നവന്റെ മേലാണ് ദൈവാത്മാവ് ഇറങ്ങി വന്ന് അവനിൽ വസിക്കുന്നത്. അതിന്റെ പേരാണ് അഭിഷേകം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പേരാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് എവിടെല്ലാം വന്നു എന്ന്, ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങളിലെല്ലാം പ്രത്യേകാൽ അപ്പോസ്തല പ്രവൃത്തിയിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ആ അപ്പോസ്തല പ്രവൃത്തി തന്നെയാണ് അതിന്റെ ചരിത്രം മുഴുവനായിട്ട് കാണുന്നത്. അവരെല്ലാം അന്യഭാഷകളിൽ സംസാരിച്ചു. ഇനി അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ കൊണ്ടുവരുന്നവരുണ്ട്. കൊരിന്ത്യലേഖനത്തിൽ നിന്ന് എടുത്തുകൊണ്ട് എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നു. നമ്മുടെ സബ്ജക്റ്റ് ഇന്നതല്ല, എങ്കിലും എനിക്ക് ആ മനുശബ്ദം എന്നുള്ള അതിനുള്ള ബന്ധത്തിൽ അത് പറയേണ്ടി വന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതിനൊക്കെ ഈ കൊരിന്ത്യലേഖനത്തിലെ വാക്യമെടുത്ത് എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ, അന്യഭാഷ എന്താണെന്നും എല്ലാവരും പറയുന്ന അന്യഭാഷ എന്താണെന്നും ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന അന്യഭാഷ എന്താണെന്നും വ്യാഖ്യാനിക്കാനുള്ള അന്യഭാഷ എന്താണെന്നും ഒക്കെയുള്ള തിരിച്ചറിവ്, അനുഭവങ്ങൾ ഇല്ലാത്തവർ അത് പറയും, അവർ പറഞ്ഞോട്ട്. പക്ഷെ എനിക്ക് നിങ്ങൾക്കും ഇത് അനുഭവമാണ്. ആര് എവിടെ എന്തൊക്കെ വ്യാഖ്യാനവും വിമർശനങ്ങളും ഉണ്ടാക്കിയാലും ഇത് നമ്മുടെ അനുഭവമാണ്. ഈ അനുഭവമുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടാനുകോടി ഭക്തന്മാർ ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. അവരുടെ അടുത്ത് ഈ മറ്റേ ഉൽപ്പന്നം വില പോവില്ല. മനസ്സിലായവർക്ക് ഇഷ്ടം ഏത് ഉൽപ്പന്നം എല്ലാവരുടെ അകത്ത് അതൊരു സ്വയം ആത്മവഞ്ചനയും. അതിൻ്റെ ഒരു സുപ്രധാന കാരണമുണ്ട്. അതിനൊരു സുപ്രധാന കാരണം അത് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി, അതുകൊണ്ട് ഇങ്ങോട്ട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി പോവാം.
എന്തുകൊണ്ട് ഈ വ്യാഖ്യാനം പറയുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം, ഒന്ന്, ഈ ഉപദേശം പറയുന്നവർ ഒന്നുകിൽ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം പ്രാപിച്ചവരും ഒരു കാലഘട്ടത്തിൽ അത് ഉപയോഗിച്ചവരും ആ അനുഭവത്തിൽ ജീവിച്ചവരും പിൽക്കാലത്ത് അനുഭവം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇനി ഈ അനുഭവം പുറത്ത് മറ്റാരും കാണാനില്ലാത്തത് കൊണ്ട്, അത് തന്നിൽ വെളിപ്പെടാത്തത് കൊണ്ട് മറ്റുള്ളവർ അത് മനസ്സിലാക്കിയാൽ താൻ എന്ത് ചെയ്യും? താൻ അവഹേളിക്കപ്പെടുമെന്നോ ഉള്ളൊരു ഭീതിയാണ് അവരെ ആ തരത്തിലേക്ക് ഒരു ഉപദേശത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ പ്രബലന്മാരായി പെന്തക്കോസ്ത് സമൂഹത്തിൽ പ്രബലരായി മുൻപന്തിയിൽ ദൈവനെ ശുശ്രൂഷിക്കുന്ന പലരും ഈ ഉപദേശം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്തു പറഞ്ഞു, എവിടെ പറഞ്ഞു, അത് യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിച്ചും ദൈവവചനത്തിലൂടെ അനുഭവങ്ങളാക്കി മാറ്റിയവർക്കുമായിട്ട് സ്തോത്രം. പ്രൈസ്. അതുകൊണ്ട് ആരും വഞ്ചിക്കുകയും ചെയ്യരുത്. നിനക്ക് ഇല്ലയോ മൗനമായിരിക്കുക. പ്രൈസ്. അതിനൊരു ദുർവ്യാഖ്യാനം ഉണ്ടാക്കി ലക്ഷോപലക്ഷം ആളുകളെ വഴിതെറ്റിക്കരുത്, വഞ്ചിക്കരുത്. പ്രൈസ്. രണ്ട്, ഇത് ലഭിക്കാത്ത ആളുകൾ ദീർഘവർഷങ്ങളായി പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് വന്ന് വാടിയും പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടും അഭിഷേകം പ്രാപിക്കാതിരിക്കുന്ന ആളുകൾ ദീർഘവർഷങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളാണ്. അത് ഇനി ഇതിങ്ങനെ കൂടിക്കൊണ്ടുപോകും. അതുകൊണ്ട് അതിനെപ്പറ്റി യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന്ത്യകാലത്തെ ലക്ഷണത്തെ പറ്റി പറഞ്ഞു വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട്, അന്ത്യകാലത്ത് ആത്മാവില്ലാത്തവർ ഉണ്ടാകും എന്ന് യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ആത്മാവില്ലാത്തവൻ്റെ കാര്യം? പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തതുണ്ട്. എവിടെ? പുറത്ത് കിടക്കുന്നുണ്ട്. ആരെയല്ല പറഞ്ഞത്? സഭയ്ക്കകത്ത് വരുന്നവൻ്റെ. പണ്ട് ഒരു കാലത്ത് ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാനിപ്പോൾ 1994 കാലഘട്ടത്തിലാണ് രക്ഷിക്കപ്പെട്ടു വന്നത്. ആ കാലഘട്ടം വരെ ഈ കാത്തിരിപ്പ് യോഗം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു സഭകളിലെല്ലാം. ഉണ്ടായിരുന്നു. പ്രീശല്ലോ. കാത്തിരിപ്പ് യോഗത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള പ്രീശൽ. ഇനി അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ച് പോയാൽ നമ്മുടെ സബ്ജക്റ്റ് വിട്ടുപോകും. പ്രീശല്ലോ. അപ്പം അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ അത് ക്രമേണ കുറഞ്ഞു. ആൾക്കാർക്ക് സമയമില്ലാതായി, പിന്നെ വിദ്യാഭ്യാസം കൂടി, തിരക്ക് കൂടി, കാലഘട്ടം ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നുള്ള പ്രാർത്ഥനയില്ല, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ളൊരു പ്രാധാന്യം കൊടുക്കാറായപ്പോൾ ഇത് പ്രാപിക്കാനുള്ള വഴിയില്ലാതായി. പ്രൈസല്ലോ. സ്വയം പ്രാപിക്കാതായി. അങ്ങനെ ഈ വിഷയം ഇന്ന് പാടെ പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ ആത്മാവില്ലാത്ത സഭയായി, ആത്മാവില്ലാത്ത ജീവിതമായി, അതായത് ചുരുക്കത്തിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശവശരീരങ്ങളായിട്ട് അവശേഷിക്കുന്ന ജനം മരിച്ച സഭ, ചത്ത സഭയായിട്ട് പെന്തക്കോസ്ത് സഭയുടെ, അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭ എന്ന് പറയുമ്പോൾ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട, ദൈവം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സഭയുടെ ജീവൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ ആ മണിശബ്ദം നമ്മളിൽ നിന്ന് മുഴങ്ങുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്, നമ്മൾ മുഴക്കുകയല്ല, പഴയ ആ എക്സ്പീരിയൻസിലല്ല, നമ്മൾ നിരന്തരം നമ്മുടെ അകത്ത് നമ്മൾ മരിക്കാതെ ഞാനൊരു കാര്യം പറയാം, ഈ മരിച്ച ശവശരീരത്തിൽ എന്തോ ഇല്ല, ജീവനില്ല. അപ്പൊ അങ്ങനെ ജഡത്തെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ മരണം സംഭവിക്കുന്നത് എങ്ങനെ? അത് വിശാലമായ വിഷയം. അതുകൊണ്ട് നമുക്ക് ആ സബ്ജക്റ്റിലേക്ക് ഒരുപാട് നമുക്ക് ദൈവം അനുവദിച്ച ആയുസ്സും ആരോഗ്യം തന്ന ആ സബ്ജക്റ്റിൽ നമുക്ക് പോകാം. ഈ പ്രൈസലും മരിക്കുക എന്ന് പറഞ്ഞാൽ ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും. ആര് മരിക്കും? നമ്മുടെ ആത്മജീവൻ മരിക്കും. ആത്മാവിൽ മരണം സംഭവിക്കും. ആത്മാവിൽ മരണം സംഭവിച്ചാൽ മരിച്ച ശവശരീരത്തിലല്ല പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. മനസ്സിലാകുന്നവർക്ക് മരിച്ച ശരീരത്തിൽ നമ്മൾ ജീവൻ കാണും. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ നീ ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിൽ നീ ആരാണ്? മരിച്ചവനാകുന്നു. അപ്പൊ മരിച്ച ജഡപ്രകാരം ജീവിച്ച് ജഡീകനായി ജീവിച്ച് ആത്മമരണം സംഭവിച്ചവന്റെ മേലല്ല ആത്മാവ് വസിക്കുന്നത്, വീണ്ടും ജനിച്ചവന്റെ മേലാണ്. മനസ്സിലാകുന്നവർക്ക് അതാണ് നിങ്ങൾ ആത്മാവിനാലും ജനത്തിലാലും എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. അപ്പൊ വീണ്ടും ജനിച്ചവന്റെ മേലെ ആ ജനന പ്രക്രിയ. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ജനിച്ചവനാണോ എങ്കിൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായിട്ട് വളരാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരുവീൻ. അങ്ങനെ വളരുന്നവന്റെ മേൽ ഈ ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെടും. അവന്റെ ഉള്ളിൽ നിന്നാണ് മണിശബ്ദം ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം മരിച്ചവന്റെ മണിശബ്ദമല്ല, നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നു എങ്കിൽ നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ കൃപാസനത്തിങ്കൽ ദൈവം വസിക്കുന്നു, നമുക്കെന്തോ പാപപരിഹാരം പ്രാപിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ അന്യഭാഷയിൽ നമുക്ക് ആരാധിക്കാം, അന്യഭാഷയിൽ നമുക്ക് പ്രാർത്ഥിക്കാം,
അന്യഭാഷ നമ്മുടെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നൊരു മനുശബ്ദമുണ്ട്. ആ മനുശബ്ദം നമ്മളോട് പറയുന്ന ഒരു പദമുണ്ട്. ആമേൻ. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. എനിക്ക് പാപപരിഹാരം ലഭിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ വ്യക്തിപരമാണ്, നിങ്ങളുടെ വ്യക്തിപരമാണ്. നിങ്ങളുടെ അകത്തു നിന്ന് ആ മനുശബ്ദം ഇടതടവില്ലാതെ മുഴങ്ങി കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സാക്ഷീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ മരിച്ചിട്ടില്ല, നിങ്ങൾ ജീവിക്കുന്നു, നിങ്ങളെ വീണ്ടെടുപ്പുകാരൻ നിങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മനുശബ്ദം വിളിച്ച് പറയുന്ന ഒരു സന്ദേശമുണ്ട്. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു നമ്മുടെ പാപപരിഹാരം വരുത്തി സ്വർഗത്തിലേക്ക് പോയി അവിടെ നിന്ന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ അയച്ചുകൊണ്ട് അവൻ സദാ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ആകയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളങ്ങളിലെ ആത്മാവിനെ പുതുക്കി, ആത്മാവിൽ രൂപാന്തരം പ്രാപിച്ച് പുതുക്കി ആ മനുശബ്ദത്തിൽ നിങ്ങൾ ഉറച്ചു നിന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനും അന്യഭാഷയിൽ പാടുവാനും അന്യഭാഷയിൽ ദൈവത്തോട് നിരന്തരമായ ആശയവിനിമയം ചെയ്യുവാൻ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരി ഒന്നുകൂടി പുതുപ്പിച്ച് ആത്മാവിൽ പുതുബലം ഉണ്ടാകട്ടെ എന്ന് ഓർപ്പിച്ച് ഞാൻ ഈ ഭാഗം കൂടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത പാർട്ടിൽ അതിൻ്റെ ബാക്കി കൂടെ നമുക്ക് തുടർന്ന് ചിന്തിപ്പാൻ കർത്താവ് കൃപ.